ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 2-ാം തീയതി. നമ്മൾ ഇന്നലെ പോർസിംഗുല ദണ്ഡവിമോചനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ടും കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാനിത് വിശദമായിട്ട് ഒന്നുകൂടെ പറയാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് സൂര്യാസ്തമയത്തോടു കൂടെ ഈ ദണ്ഡവിമോചനം അവസാനിക്കുകയാണ്. എന്താണ് പോർസിംഗുല ദണ്ഡവിമോചനം? ആഗോള സഭയിൽ മാർപ്പാപ്പ ആദ്യമായി പ്രഖ്യാപിച്ച പൂർണ്ണ ദണ്ഡവിമോചനമാണ് പോർസിംഗുല ദണ്ഡവിമോചനം. ഓഗസ്റ്റ് 1-ാം തീയതി സന്ധ്യ മുതൽ 2-ാം തീയതി സൂര്യാസ്തമയം വരെയുള്ള സമയത്താണ് ഈ ദണ്ഡവിമോചനം സ്വീകരിക്കുക. എളിയ സഹോദരന്മാരുടെ സഭ, അതായത് OFM എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ്കൻ സഭയുടെ സ്ഥാപകൻ, അസീസിയിലെ എളിയ മനുഷ്യൻ വിശുദ്ധ ഫ്രാൻസിസാണ് പോർസിംഗുല ദണ്ഡവിമോചനത്തിൻ്റെ കാരണക്കാരൻ. ഇന്ന് നിരവധി ദണ്ഡവിമോചന മാർഗങ്ങൾ പരിശുദ്ധ സഭയിലുണ്ടെങ്കിലും കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദണ്ഡവിമോചനമാണ് പോർസിംഗുല ദണ്ഡവിമോചനം. 4-ാം നൂറ്റാണ്ടിൽ ലിബേരിയൂസ് പാപ്പായുടെ കാലത്ത് ജോസഫാത്ത് താഴ്വരയിൽ നിന്നുള്ള സന്യാസിമാർ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കബറിടത്തിൽ നിന്നുള്ള തിരുശേഷിപ്പ് കൊണ്ടുവന്ന് ജോസഫാത്ത് താഴ്വരയുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ദേവാലയം എന്ന പേരിൽ സ്ഥാപിച്ച കപ്പേളയാണ് പോർസിംഗുല. AD 516 ഈ ദേവാലയം വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കൈവശം എത്തിച്ചേർന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നീട് ആ പ്രദേശവാസികൾ അവിടെ മാലാഖമാരുടെ സംഗീതം കേൾക്കാറുണ്ടായിരുന്നത്രേ. അങ്ങനെ മാലാഖമാരുടെ രാജ്ഞിയുടെ ദേവാലയം എന്ന് അതറിയപ്പെടാൻ തുടങ്ങി. ബെനഡിക്റ്റിൻ സന്യാസിമാരുടെ ഒരു കേന്ദ്രമായിരുന്നു ആ ദേവാലയം എങ്കിലും പിന്നീട് അത് ഉപേക്ഷിക്കപ്പെട്ടു. പരിശുദ്ധ കന്യകാമാതാവിനോട് അഗാധമായ ഭക്തിയുണ്ടായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് ജീർണാവസ്ഥയിലായിരുന്ന ഈ ദേവാലയം സ്വന്തം കൈകൾ കൊണ്ട് പുനരുദ്ധരിക്കുകയും അതിനോട് ചേർന്ന് താമസമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായിരുന്ന ഇവിടെ വെച്ചാണ് വിശുദ്ധൻ തൻ്റെ ആധ്യാത്മിക ജീവിതം ആരംഭിക്കുന്നതും എളിയ സഹോദരന്മാരുടെ സഭ OFM എന്ന ഫ്രാൻസിസ്കൻ 1-ാം സഭയ്ക്ക് രൂപം നൽകുന്നതും. 1211 ബെനഡിക്റ്റിൻ ആശ്രമത്തിൻ്റെ ആബട്ട് ഈ ദേവാലയം ഫ്രാൻസിസ്കൻ സമൂഹത്തിൻ്റെ മാതൃഭവനം ആക്കുന്നതിന് വിശുദ്ധ ഫ്രാൻസിസിന് കൈമാറി. അതേ വർഷം ഓശാന തിരുനാളിൽ വിശുദ്ധ ക്ലാരയുടെ നിത്യവ്രത വാഗ്ദാനം വിശുദ്ധ ഫ്രാൻസിസ് ഇവിടെ വെച്ച് സ്വീകരിച്ച് എളിയ സഹോദരിമാർ പുവർ ക്ലെയേഴ്സ് എന്ന ഫ്രാൻസിസ്കൻ 2-ാം സഭയ്ക്ക് രൂപം നൽകി. തനിക്ക് വേണ്ടിയും തൻ്റെ സമൂഹത്തിനു വേണ്ടിയും മാധ്യസ്ഥം വഹിക്കണമെന്ന് വിശുദ്ധൻ പരിശുദ്ധ ദൈവമാതാവിനോട് കരഞ്ഞപേക്ഷിച്ചിരുന്നതും ഇവിടെ വെച്ചായിരുന്നു. പിന്നീട് വിശുദ്ധ ഫ്രാൻസിസിന് ഈശോയും പരിശുദ്ധ മറിയവും ഈ ദേവാലയത്തിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടു. തന്നെ ആരാധിച്ച ഫ്രാൻസിസിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, ഫ്രാൻസിസ്, നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിനക്ക് ആഗ്രഹമുള്ള ഒരു അനുഗ്രഹം നീ ചോദിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് വലിയ ശരണത്തോടുകൂടി അപേക്ഷിച്ചു, ദിവ്യനാഥ, അങ്ങേക്ക് സ്തുതി. ഈ മഹാപാപിക്ക് അനേകം അനുഗ്രഹങ്ങൾ അവിടുന്ന് നൽകി. എൻ്റെ എല്ലാ പാപങ്ങളും പൂർണ്ണമായി മോചിച്ചതിന് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഈ രാജ്യത്തുള്ള മറ്റനേകം പാപികളുടെ കാര്യമോർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. അവർക്ക് വേണ്ടി അങ്ങയുടെ തിരുരക്തം മുഴുവൻ അങ്ങ് ചിന്തി. അതുകൊണ്ട് അങ്ങയുടെ നല്ല അമ്മ കരഞ്ഞുവല്ലോ. ഇന്നും ഈ അമ്മ സങ്കടപ്പെടുകയാണ്. ഈ അമ്മയെ ആശ്വസിപ്പിക്കാൻ അങ്ങ് കനിയണമേ. മാലാഖമാരുടെ രാജ്ഞിയായ ഈ അമ്മയുടെ നാമത്തിൽ പണിയപ്പെട്ട ഈ ദേവാലയത്തിൽ പ്രവേശിച്ച് പാപങ്ങൾ വെറുത്ത് പാപവഴികൾ ഉപേക്ഷിച്ച് നല്ല കുമ്പസാരം ചെയ്ത് പരിശുദ്ധ കുർബാന കൈക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പരിപൂർണ പാപമോചനം നൽകണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ കൂടി നീക്കണമേ. അനന്തരം അദ്ദേഹം പരിശുദ്ധ മാതാവിൻ്റെ നേരെ നോക്കി സമ്മതം മൂളുന്ന രീതിയിൽ ത്രിലോകരാജ്ഞി തലകുനിച്ചുവെന്ന് ദിവ്യനാഥൻ പ്രസാദിച്ചുകൊണ്ട് ഇപ്രകാരം മറുപടി നൽകി, എൻ്റെ അമ്മയ്ക്ക് ആനന്ദപ്രദമായ ഈ അനുഗ്രഹം സസന്തോഷം ഞാൻ നൽകുന്നു. എന്നാൽ എൻ്റെ വികാരിയുടെ അനുവാദം വാങ്ങിക്കൊള്ളണം.
ഈ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ പോർസ്യുങ്കലയിൽ പൂർണ്ണ ദണ്ഡവിമോചനം അംഗീകരിക്കണം എന്ന് വിശുദ്ധ ഫ്രാൻസിസ് ഹൊണോറിയൂസ് മൂന്നാമൻ പാപ്പായോട് നേരിട്ട് അഭ്യർത്ഥിച്ചു. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ അതുവരെ നൽകിയിട്ടില്ലാത്ത സമ്പൂർണ്ണ ദണ്ഡവിമോചനം അനുവദിക്കുവാൻ പാപ്പ ആദ്യം വിസമ്മതിച്ചു. എന്നാൽ അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിയ പാപ്പ അന്ന് തന്നെ അത് അംഗീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ മകനെ, വിശുദ്ധ പത്രോസിനെ ബന്ധനവിമുക്തനാക്കിയ തിരുനാൾ ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണല്ലോ. അതിൻ്റെ പിറ്റേ ദിവസം പോർസ്യുങ്കുല ദേവാലയത്തിൽ കയറി കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം എല്ലാ കാലത്തേക്കുമായി നാം അനുവദിച്ചു തരുന്നു. എല്ലാ അയൽ രൂപതകളുടെയും മെത്രാന്മാരെ ക്ഷണിച്ചു വരുത്തി ഓഗസ്റ്റ് 2-ാം തീയതി ഈ ദേവാലയം മാലാഖമാരുടെ രാജ്ഞിക്ക് പ്രതിഷ്ഠിക്കുകയും ഈ ദണ്ഡവിമോചനം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുക. അതനുസരിച്ച് 1216 ഓഗസ്റ്റ് 2-ന് 7 രൂപതകളുടെ മെത്രാന്മാരുടെയും അനേകം വൈദികരുടെയും വളരെയധികം ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് പോർസ്യുങ്കുല ദണ്ഡവിമോചനം പരസ്യമായി പ്രഖ്യാപിച്ചു. കാലക്രമേണ ഈ പൂർണ്ണ ദണ്ഡവിമോചനം ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളുടെ ഇതര ദേവാലയങ്ങളിലും പ്രാപിക്കാമെന്ന് മാർപ്പാപ്പമാർ കൽപ്പിച്ചു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയും പ്രകാരം അപരാധവിമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്നും ദൈവത്തിൻ്റെ തിരുമുൻപാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. പാപം മൂലമുള്ള കാലിക ശിക്ഷയെ ഭാഗികമായോ പൂർണ്ണമായോ ഇളവ് ചെയ്യുന്നതിനെ ആശ്രയിച്ച് ദണ്ഡവിമോചനം ഭാഗികമോ പൂർണ്ണമോ ആകാമെന്ന് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 1471 ചൂണ്ടിക്കാട്ടുന്നു. പോർസ്യുങ്കുല ദണ്ഡവിമോചനം പാപത്തിൻ്റെ കാലിക ശിക്ഷയിൽ നിന്നുള്ള പൂർണ്ണമായ ഇളവാണ്. പോർസ്യുങ്കുല ദണ്ഡവിമോചനം എങ്ങനെ നമുക്ക് സ്വീകരിക്കാം? ഓഗസ്റ്റ് 2-ന് മുൻപുള്ള 8 ദിവസങ്ങളിലോ ശേഷമുള്ള അടുത്ത ദിവസങ്ങളിലോ നല്ല കുമ്പസാരം നടത്തുക. ഓഗസ്റ്റ് 2-ന് ഏതെങ്കിലും ഫ്രാൻസിസ്കൻ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും അനുതാപം നിറഞ്ഞ ഹൃദയത്തോടു കൂടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക. അടുത്ത് ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളുടെ ദേവാലയം ഇല്ലെങ്കിൽ സ്വന്തം ഇടവക ദേവാലയത്തിലും ഈ ആനുകൂല്യം ലഭ്യമാണ്. അവിടെ വെച്ച് സ്വർഗസ്ഥനായ പിതാവും വിശ്വാസ പ്രമാണവും ചൊല്ലിയതിനു ശേഷം മാർപ്പാപ്പയുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക: ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി. ഇറ്റലിയിലെ അസീസിയിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള സെയിൻറ്റ് മേരി ഓഫ് ഏഞ്ചൽസ് ബസിലിക്കയിലാണ് ഇപ്പോൾ പോർസ്യുങ്കുല ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. വിശ്വാസത്തോടെ നമുക്കും ഈ ദണ്ഡവിമോചനം സ്വീകരിക്കാം. പ്രിയ കൂട്ടുകാരെ, ഇപ്പോൾ പോർസ്യുങ്കുല ദണ്ഡവിമോചനത്തെക്കുറിച്ചുള്ള ഏകദേശ രൂപം കിട്ടിക്കാണും. ഇത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി വഴി ലോകത്തിന് നൽകിയിട്ടുള്ള ഒരു വലിയ നിധിയാണ് എന്ന് പറയാം. കാരണം ആദ്യത്തെ പൂർണ്ണ ദണ്ഡവിമോചനമാണിത്. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റെല്ലാ ദണ്ഡവിമോചനങ്ങളും നമുക്ക് ഒരിക്കൽ മാത്രമേ ദിവസത്തിൽ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ പോർസ്യുങ്കുല ദണ്ഡവിമോചനം വഴി നമ്മൾ ഫ്രാൻസിസ്കൻ ഓർഡറിലുള്ള ചാപ്പലിൽ കയറി ഒരു പ്രാവശ്യം ഈ കണ്ടീഷൻസ് പൂർത്തിയാക്കി വീണ്ടും നമ്മൾ ആ ചാപ്പലിൽ കയറി ഇതുപോലെ എല്ലാ കണ്ടീഷൻസും പൂർത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് ദണ്ഡവിമോചനങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 2-ാം തീയതി, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെയേ നമുക്ക് ഈ ദണ്ഡവിമോചനം പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ അവസാന കാലത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞു, ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രാർത്ഥനകളും പ്രവർത്തികളും നിങ്ങൾ ചെയ്യുക എന്ന്. അത് നമ്മെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് എളുപ്പം സ്വർഗത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ ദണ്ഡവിമോചനങ്ങളെ പൂർണ്ണമായും നേടിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അതുകൊണ്ട് ഇന്ന് സൂര്യാസ്തമയം വരെ കൂടി സമയമുണ്ട്. ഏതെങ്കിലും ഫ്രാൻസിസ്കൻ ഓർഡറിലുള്ള ചാപ്പലിൽ പോയി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച്
ഒരു പ്രാവശ്യം കയറിയിറങ്ങി വീണ്ടും കയറിയിറങ്ങുമ്പോൾ വീണ്ടും ദണ്ഡവിമോചനം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്ന് നമുക്ക് നിങ്ങളുടെ അടുത്ത് ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളുടെ ചാപ്പലൊന്നും ഇല്ലെങ്കിൽ അത് സ്വന്തം ഇടവകയിലും ആകാം എന്ന് പറഞ്ഞ് പരിശുദ്ധ സിംഹാസനം നമുക്ക് ഇളവ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ദണ്ഡവിമോചനം പ്രാപിക്കണം എന്ന നിയോഗത്തോടു കൂടെ വേണം ഇത് ചെയ്യാൻ. പിന്നെ നമുക്കറിയാമല്ലോ, ദണ്ഡവിമോചനം പൂർണ്ണമായി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ലഘുപാപം പോലും ഉണ്ടാകരുത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സംസാരത്തിൽ ലഘുപാപം പോലും ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദണ്ഡവിമോചനം പൂർണ്ണതയിൽ കിട്ടുകയുള്ളൂ. അത് മനുഷ്യർക്കാർക്കും സാധ്യമല്ലാത്തത് കൊണ്ട് നമുക്ക് ഭാഗികമായ ദണ്ഡവിമോചനമെങ്കിലും കിട്ടുമല്ലോ. ഈ ദണ്ഡവിമോചനങ്ങളെല്ലാം ഒന്നുകിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി കാഴ്ചവെക്കാം, അല്ലെങ്കിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഭർത്താവിന് വേണ്ടിയോ നമ്മുടെ മക്കൾക്ക് വേണ്ടിയോ നമ്മുടെ അമ്മയുടെ പാപത്തിന് പരിഹാരമായിട്ടോ ഒന്നും ദണ്ഡവിമോചനങ്ങൾ കൈമാറാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം ഇത് ആർക്ക് നൽകണമെന്ന്. പ്രിയ കൂട്ടുകാരെ, ഞാൻ മുമ്പൊരിക്കൽ ശുദ്ധീകരണ സ്ഥലത്തിലെ വീഡിയോസ് ഇട്ടപ്പോൾ പറഞ്ഞിരുന്നല്ലോ, രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ചെയ്യുന്ന ഓരോ സഹനങ്ങളും ഓരോ ദണ്ഡവിമോചനങ്ങളും എല്ലാം ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ കാഴ്ചവെക്കുക. കാരണം അവിടെ നിന്ന് ഒരാത്മാവ് നമ്മൾ വഴി രക്ഷപ്പെട്ടാൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം തീർന്നു കിട്ടും. അപ്പോൾ രണ്ട് കാര്യങ്ങളും നടക്കും. അതുകൊണ്ട് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് പിന്നെ ആര് പരിഹാരം ചെയ്യും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രിയ കൂട്ടുകാരെ, ദണ്ഡവിമോചനത്തെക്കുറിച്ച് ഇപ്പോൾ ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിക്കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എത്രയും വേഗം വിശുദ്ധ ഫ്രാൻസിസ് അസീസി വഴി നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ദണ്ഡവിമോചനം പ്രാപിച്ചെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിലൂടെ അനേകം ശുദ്ധീകരാത്മാക്കൾ രക്ഷപ്പെടട്ടെ. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരവും ഇതിലൂടെ നടന്നു പോകട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ വഴി നമുക്ക് ലഭിക്കുന്ന ഈ വലിയ ദാനം പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമേ. പ്രിയ കൂട്ടുകാരെ, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വെള്ളപ്പൊക്ക ഭീഷണിയിൽ കഴിയുന്നവർക്ക് വേണ്ടിയും ഉരുൾപൊട്ടലിൽ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും ഇനിയും ഉരുൾപൊട്ടും എന്നുള്ള സന്ദേശങ്ങൾ നമുക്ക് വാർത്താമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരി പ്രദേശത്തിന് വേണ്ടിയും നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കരുണ ഈ സ്ഥലങ്ങളിലേക്ക് ഒഴുകിയിറങ്ങാൻ, ഈശോയുടെ അമൂല്യമായ തിരുരക്തം ഈ സ്ഥലങ്ങളിലേക്ക് ഒഴുക്കുവാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ക്രമീകരിച്ച് സഹനങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ലോകത്തോട് കരുണ കാണിക്കണമേ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ പൂർവീകരും ഈ ലോകം മുഴുവനും അറിഞ്ഞറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണമേ തമ്പുരാനെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.